എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തെ ദൈവം മാറ്റിയെടുത്ത വഴികൾ, എൻ്റെ ജീവിതത്തിന് ഇങ്ങനെ ഒരു പർപ്പസ് ഉണ്ട് എന്ന് ദൈവം കാണിച്ചു തന്ന വഴികൾ വളരെ വിചിത്രമായിരുന്നു. ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാള ക്രൈസ്തവ സംഗീത രംഗത്ത് അനവധി ഗായകരും ഗായികമാരും ഉള്ളപ്പോൾ തന്നെ എന്നെ ദൈവം കൊണ്ടുവന്ന വഴി വ്യത്യസ്തമായിരുന്നു. ഒരു സെക്യുലർ ഫീൽഡിൽ പാടിക്കൊണ്ടിരുന്ന എന്നെ കൊച്ചിലെ മുതൽ കർണാട്ടിക് മ്യൂസിക്കിലൊക്കെയും ട്രെയിനിങ് ലഭിച്ചു. ചർച്ചിൽ പാടുമായിരുന്നുവെങ്കിലും കൂടുതൽ സമയവും പുറത്തായിരുന്നു, ചർച്ചിന് പുറത്തായിരുന്നു എൻ്റെ ഈ താലന്തിനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കലോത്സവങ്ങളിലും TV ചാനലുകളിൽ പല വേദികളിലും മത്സരങ്ങളിലൊക്കെയും പാട്ടുകൾ പാടുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തപ്പോൾ എൻ്റെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത് ഒരു പ്ലേബാക്ക് സിംഗറൊക്കെ ആവുക എന്നുള്ളതായിരിക്കും എന്നായിരുന്നു എൻ്റെ വിചാരം, എൻ്റെ കുടുംബത്തിൻ്റെയും വിചാരം. അങ്ങനെ കോളേജിലൊക്കെ പാടി, പലയിടങ്ങളിലും പാടി, ശേഷം അൾട്ടിമേറ്റ്ലി ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ വരികയും അതിനകത്ത് പല രീതിയിലും പല പാട്ടുകളും പെർഫോം ചെയ്യുകയും ദൈവകൃപയാൽ ഫൈനൽ വരെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഫൈനലിൽ എത്തുന്നതിന് മുമ്പേ സ്റ്റാർ സിംഗറിലൊരു ഡിവോഷണൽ റൗണ്ട് എന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതായത് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം അവർക്കിഷ്ടമുള്ള ഭക്തിഗാനങ്ങൾ, അത് ഏത് ജാതിയുടെ ആയിക്കോട്ടെ, ഏത് ഭക്തിഗാനവും തിരഞ്ഞെടുക്കാം. പക്ഷെ ഒരു കോമ്പറ്റീഷൻ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പാട്ടുകളായിരിക്കും കൂടുതലും തിരഞ്ഞെടുക്കാറ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ സ്റ്റേജ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ all I wanted to do is what a Christian is supposed to do, evangelize. എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ ഒരു പാട്ടിലൂടെ ക്രിസ്തുവിലൂടെ എനിക്ക് ദൈവം സൗജന്യമായി തന്ന രക്ഷയെ കാണിക്കാൻ കഴിയുമെങ്കിൽ അത് കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. സോ ഐ ചോസ് ദ തീം ഓഫ് ക്രൂസിഫിക്ഷൻ ആൻഡ് ഐ ഗോട്ട് എ സോങ് വിച്ച് ഇസ് ആപ്റ്റ് ഫോർ ദാറ്റ് തീം. അങ്ങനെ ഒരു പാട്ട് കിട്ടി, അവിടെ അത് പ്രസൻറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് ഗേവ് മീ എ ഗുഡ് റെക്കഗ്നിഷൻ, ദാറ്റ് സോങ്, ദാറ്റ് പ്രസൻറ്റേഷൻ. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ പർപ്പസ്, ലൈഫിൻ്റെ പർപ്പസ് ഇതാണ് എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഫൈനലിൽ എനിക്ക് 3rd പ്ലേസാണ് ലഭിച്ചത്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മുമ്പാകെ എനിക്ക് ഇത്രയും വലിയൊരു റെക്കഗ്നിഷൻ തന്ന ദൈവത്തിന്, ഒരു ക്രൈസ്തവൻ എന്ന രീതിയിൽ നമുക്കെപ്പോഴും ദൈവം ഒരു വലിയ നേട്ടം തരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. കയ്യിൽ മൈക്ക് കിട്ടി, പാടി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായകയിൽ നിന്നും എന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പാടി. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, എവിടെ നിന്നാണ് ഇത് പാടിയത്. ഇത് പാടി ഇവൻ്റ് എല്ലാം കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ മെയിൻ പ്രോഗ്രാം ഡയറക്ടർ വന്ന് പറയുകയാണ്, ഹീ ഈസ് ഓൾസോ എ ബിലീവർ. അദ്ദേഹം വന്ന് പറഞ്ഞു, എടാ നീ ചെയ്തൊരു ഭയങ്കര സംഭവമായിപ്പോയി, you need guts to do something like this. ഞാൻ പറഞ്ഞു, അച്ഛാ ഗട്ട്സിൻ്റെ സംഭവമൊന്നുമല്ല, ഞാനങ്ങ് ഔട്ട് ഓഫ് ഇമ്പൾസ് ഞാൻ പാടിയതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഇത് ലൈവ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഏഷ്യാനെറ്റിൻ്റെ ചാനൽ പോളിസി അനുസരിച്ച് ഇത് ആക്ച്വലി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയേണ്ട സാധനമാണ് നീ ചെയ്തത്. പക്ഷെ ലൈവ് ആയിരുന്നത് കൊണ്ട് ഇറ്റ് വെൻറ്റ് ഔട്ട്. അതിൻ്റെ റീടെലികാസ്റ്റ് വന്നപ്പോൾ അവർ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷേ എനിവേസ് ആ ഒറ്റ പാട്ട്, ആ ഒരു 4 വരി ഏഷ്യാനെറ്റിൽ മോർ ദാൻ 60 സോങ്സ് ഞാൻ പാടുകയുണ്ടായി. പക്ഷേ ആ 4 വരി പാടിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം എന്നെ ആ ഷോയിൽ കൊണ്ടുവന്നതും അങ്ങ് ഫൈനലിൽ കൊണ്ടുവന്നതും. ആ 4 വരി പാടിക്കാൻ വേണ്ടി മാത്രമാണ്. അറ്റ് ദ റൈറ്റ് ടൈം God displayed His glory through me, not mine, His glory through me. ആ ഒരു 4 വരിയിലൂടെ എനിക്കൊരു ചെറിയ ഹിൻ്റ് ഉണ്ടായി. സോ ഞാൻ വിചാരിച്ച ഒരു എൻഡല്ല എൻ്റെ ലൈഫിനുണ്ടാകാൻ പോകുന്നത്. ദർ ഇസ് സംതിങ് എൽസ്. അതിനുശേഷം ഒരു ക്രൈസ്തവനായതുകൊണ്ട് എനിക്ക് ക്രിസ്തീയ സംഗീത ശുശ്രൂഷകൾ ലഭിച്ചു. മാത്രമല്ല ഞാൻ ഗാനമേളകളും പാടി.
അങ്ങനെ 1.5 വർഷക്കാലം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമ്പോൾ ആക്ച്വലി ക്രിസ്ത്യൻ ഡിവോഷണൽ ഫീൽഡിലോട്ട് ക്രിസ്ത്യൻ മിനിസ്ട്രിയിലേക്ക് എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫേമസ് ഗോസ്പൽ സിംഗർ ബിനോയ് ചാക്കോ ആണ്. അദ്ദേഹമാണ് എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പല പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ ടൊറോണ്ടോയിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇത് രണ്ടും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിനൂടെ ട്രാവൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റു പലരുടെയും ജീവിത സാക്ഷ്യങ്ങൾ ഇതുപോലെ ടെസ്റ്റിമണീസ് കേൾക്കുകയും അതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഹൗ ക്രിസ്ത്യൻ മ്യൂസിക് ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ, എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇതൊരു ആശ്വാസത്തിന്, ഒരു ഇൻസ്പിറേഷന്, ഒരു പോസിറ്റീവ് പുഷ് ഇതിനെങ്ങനെ കാരണമാകുന്നു, ഇത് എൻ്റെ താലന്ത് എങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് സിംഗിങ്. ദിസ് ഇസ് മോർ ദാൻ സിംഗിങ്. ഒരു സെക്കുലർ വേദിയിൽ നിന്ന് ഞാൻ പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്, എന്നെ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുന്നത്, just listen to how beautiful I sing. Just listen to how the bigness of my voice, the sweetness of my voice. ഞാൻ കുറച്ചും കൂടെ അഹങ്കാരം കയറി കഴിയുമ്പോൾ പറയും, എൻ്റെ കൂടെ പാടുന്ന ആളെക്കാട്ടിലും എത്രയും നന്നായിട്ടാണ് ഞാൻ പാടുന്നതെന്നൊക്കെ പറയും. ഇതാണ് ശരിക്കും അവിടെ നടക്കുന്നത്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എ ക്രിസ്ത്യൻ മിനിസ്ട്രി, അവിടെ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞാനോ എന്നെ അക്കോമ്പനി ചെയ്യുന്ന ഈ ഓർക്കസ്ട്ര വായിക്കുന്ന ആരോ, ഞങ്ങൾ ആരും അല്ല. വി ആർ സിംഗിങ് അബൌട്ട് a name above all names, a name above all comprehension. അപ്പോൾ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഈ 2 വഞ്ചിയിലും കാല് വെച്ച് കുറേ നാൾ യാത്ര ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ശരിക്കും എനിക്ക് ഒരു ക്രിസ്തീയ സംഗീത വേദിയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ആനന്ദം, ഇറ്റ് ഇസ് ബ്ലിസ്. അതൊരിക്കലും എനിക്ക് ഒരു സെക്കുലർ വേദിയിൽ ലഭിച്ചില്ല. മേ ബി ഫൈനാൻഷ്യലി ഈ ലോകപ്രകാരമുള്ള നേട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ ശരിയായിരിക്കാം, സെക്കുലർ വേദിയിൽ നിന്ന് എനിക്ക് ഒത്തിരി കിട്ടുമായിരിക്കും. പക്ഷേ ഈ സന്തോഷം എന്ന് പറയുന്നത് അതൊരിക്കലും ഇവിടെ കിട്ടുന്നത് അവിടെ കിട്ടില്ല. അപ്പോൾ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടായി, പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? എവ്രി വൺ ഈസ് റണ്ണിങ് ഫോർ അൾട്ടിമേറ്റ്ലി ഫോർ ഹാപ്പിനെസ്. എല്ലാവരും പറയാ ഇതിനു വേണ്ടിയാ അധ്വാനിക്കുന്നത്. ബട്ട് നോ, അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഫോർ ഹാപ്പിനെസ്. സമാധാനം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും വേണ്ട. ക്രിസ്തു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ദൈവവുമായിട്ടുള്ള സമാധാനം എനിക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. ദൈവം എനിക്ക് തന്ന ഈ താലന്തിനെ ദൈവനാമത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷം, അന്ന് ആ തീരുമാനം എടുക്കുന്ന സമയത്ത് ഞാൻ സെക്കുലർ വേദിയിൽ നിന്നാണ് വരുന്നത്. ഒത്തിരി പേര് എന്നെ അഡ്വൈസ് ചെയ്യാനുണ്ട്. എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള തീരുമാനമെന്ന് എല്ലാവരും പറഞ്ഞു. കാരണം അവർ പറഞ്ഞു, ആദ്യം നീ എടുക്കുമ്പോൾ, ഈ തീരുമാനം എടുക്കുമ്പോൾ ഇതൊരു സാക്രിഫിഷ്യൽ ഡിസിഷനാണ്. എല്ലാവരും ആദ്യം നിന്നെ വലിയ ഹീറോ ആയിട്ടേ കാണും, പിന്നെ നിന്നെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ സൈഡാവും, നമ്മൾ ബാക്കി പോവും, പിന്നെ നിനക്ക് പാടാൻ ഒരു അവസരം ലഭിക്കില്ല. പക്ഷേ എന്നെ അന്ന് ശക്തീകരിച്ച ഒരു ഗാനമാണ്, ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. Because he lives, all fear is gone. Because I know he holds my future and life is worth it just because he lives. ഈ പാട്ട്, it fueled me to take the decision. എൻ്റെ സാക്ഷ്യഗാനമാണ് താൻ വാഴുകയാൻ ആകുലമില്ല എന്ന ഗാനം. അതിനുശേഷം പല വേദികളിൽ ട്രാവൽ ചെയ്തു. പല വേദികളിൽ പലർക്കും ആശ്വാസത്തിന് ഒരു കാരണമായി തീർന്നു എൻ്റെ ശബ്ദം. അങ്ങനെയും പറയാൻ പാടില്ല, ആശ്വാസത്തിന് കാരണമായി തീർന്നു ദൈവത്തിൻ്റെ വചനം എൻ്റെ ശബ്ദത്തിലൂടെ വന്നപ്പോൾ. പിന്നെ അടുത്ത ചാലഞ്ച് ഇതാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറേ നാൾ. പിന്നെ എനിക്കൊരു ബാൻഡ് ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സഹോദരനാണ് സാം പടിഞ്ഞാറേക്കര. അദ്ദേഹത്തിൻ്റെ ഗാനം വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. ദാറ്റ് സോങ് ഗേവ് ബർത്ത് ടു മൈ ബാൻഡ് സെലസ്. ആ ഒരു പാട്ടിലൂടെ ഒരു ബാൻഡ് ഗ്രൂപ്പ് ഉണ്ടായി. ഞങ്ങളും പലയിടങ്ങളിൽ ട്രാവൽ ചെയ്ത് ഒരുമിച്ച് മിനിസ്ട്രി ചെയ്യാനായിട്ട് ഇടയായി. ഒരു ബാൻഡ് ഉണ്ടായി, ശരിയാണ്. പക്ഷേ തിയററ്റിക്കലി ഞാൻ അപ്പോഴും ഒറ്റയ്ക്കാണ്. എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ മിനിസ്ട്രി ശരിക്കും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ
ആവശ്യമായിരുന്നു. And at the right time, God showed me the right companion for me. ശ്രുതി, ഞങ്ങൾ നവംബർ 10 ഞങ്ങൾ വിവാഹിതരായി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഞങ്ങളെ യോജിപ്പിച്ചു. അവളെ സംബന്ധിച്ച് ഷീ ഈസ് ദ റൈറ്റ് പാർട്ട്ണർ ഫോർ മീ. കാരണം അവളുടെ പപ്പ ഇതുപോലെ ഒരു ക്രൈസ്തവ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പാടി ആ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. അതുകൊണ്ട് അവൾക്കറിയാം ഈ മിനിസ്ട്രി എങ്ങനെയാണ്. This is not going to be a smooth journey. And she has been the best supporter for me in this world. The best supporter is always God. പക്ഷേ അവൾ എനിക്ക് അത്രയ്ക്കും നല്ലൊരു സപ്പോർട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് മിനിസ്ട്രി എന്ന രീതിയിൽ this is our first trip, first journey. And I am so thankful to the people here in KCA. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അവസരമാണ്, ഒരു ട്രിപ്പാണിത്. ആൻഡ് നാളെ നിങ്ങളെല്ലാവരും കടന്നു വരിക. ആൻഡ് വി ആർ ഓൾ ഗോയിങ് ടു സെലിബ്രേറ്റ് ടുഗെദർ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ആൻഡ് വി ആർ ഗോയിങ് ടു സിംഗ് പ്രൈസസ് ഇൻ താങ്ക്സ് ഫ്രം അവർ ഹാർട്ട്സ്. അപ്പോൾ see you all tomorrow. Thank you for this opportunity. Thank you. Let God's name be glorified. Thank you.